ഒരു പ്രാവശ്യം ഈ സഞ്ജയ് ഗാന്ധി എൻ്റെ ഫാദറിനെ വിളിച്ച് ഓഫീസിൽ പോയി കണ്ടു. പറഞ്ഞു ഇത്ര ടണ്ണ് സ്റ്റീൽ അത്യാവശ്യപ്പെട്ടു. എൻ്റെ ഫാദർ പറഞ്ഞു അത് തരാൻ പറ്റത്തില്ല, അങ്ങനെ ഓർഡർ എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല, അത് അലൗഡ് അല്ല. അപ്പോൾ സഞ്ജയ് ഗാന്ധിയോട് എനിക്കറിയാവോ ഞാൻ ആരാന്ന്? ഫാദർ എനിക്കറിയാം, ഇന്ദിരാഗാന്ധിയുടെ മകനാണ്, സഞ്ജയ് ഗാന്ധിയാണ്. പക്ഷേ നിങ്ങൾക്കും അറിയാം ഞാൻ ആരാന്ന്. ഞാൻ ജോയിൻറ്റ് പ്ലാൻ കമ്മിറ്റിയുടെ ചെയർമാനാണ്. എനിക്ക് അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റിയല്ല, അത് ഇല്ലീഗലാണ്. ഞാൻ ഈ ജോലി കയറിയിരിക്കുന്നത് ഇല്ലീഗലായിട്ട് ഒരു ഓർഡർ സാങ്ഷൻ ചെയ്യാനല്ലെന്ന് പറഞ്ഞു. ഇതാണോ ഫൈനൽ ഡിസിഷൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഫാദർ പറഞ്ഞു ഫൈനൽ ഡിസിഷനാണ്, എനിക്ക് വേറെ ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞു. സഞ്ജയ് ഗാന്ധി പോയി. പിറ്റേ ദിവസം തൊട്ട് തുടങ്ങി എൻ്റെ ഫാദറിനെ ഇട്ടുകൊണ്ട് വരട്ടാൻ അനോണിമസ് ഫോൺ കോൾസ്, ലെറ്റേഴ്സ്, പിന്നെ ഗുണ്ടകൾ വീട്ടിലെത്തി. ഞങ്ങൾക്കറിയാം നിങ്ങളുടെ മകള് കോളേജിൽ പോകുന്നുണ്ട്, പിള്ളേർ സ്കൂളിൽ പോകുന്നുണ്ട്, ഇത് ഞങ്ങൾക്കെല്ലാം അറിയാം, അവിടെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ കൊച്ചിൻ്റെ തല ഒരു പാർസലിൽ വരും. ഫാദറിനോട് പറയുന്നതാണ്. ഫാദർ എന്നാ ചെയ്യാനാണ്? അപ്പോൾ ഫാദർ ഹെഡ് ഓഫീസിൽ ചെന്ന് റുസി മോഡിയാണ് ഇവരുടെ മാനേജിങ് ഡയറക്ടർ. റുസി മോഡിയോട് പറഞ്ഞു ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്യാമെന്നുള്ളത് ഞാൻ ചെയ്തു, എനിക്ക് ഓർഡർ കൊടുക്കാൻ മേല, പക്ഷേ ഞങ്ങളുടെ ഫാമിലീനെ ഇട്ടുകൊണ്ട് ത്രട്ടൻ ചെയ്യുന്നു. ഫാദർ സമ്മതിച്ചില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ആ എമർജൻസി അങ്ങ് തുടങ്ങിയല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഫാദർ ആ എമർജൻസി കഴിഞ്ഞപ്പോഴത്തേക്കും ഫാദർ നിശ്ചയിച്ചു ഇത് ഒരു നല്ലൊരു അവസ്ഥയല്ല, എന്നാന്ന് വെച്ചാൽ ഫുൾ കൺട്രോൾ അവർക്ക്.